ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചക്ക തിന്നൽ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ചക്ക ഉണ്ടാകുന്നത് കേട്ടോ. ലാസ്റ്റിക്കേ ഉള്ളൂ ഉണ്ടാകുക. ആഗസ്റ്റിക്കൊക്കെ ഇത് മൂക്കലുള്ളൂ. എന്നാലും മുളയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആകെ 10 അല്ലെങ്കിൽ 15 ചുള ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചുള നല്ല കട്ടിയുള്ള പഴുത്തക്കാണെങ്കിൽ നല്ല മധുരമല്ല അങ്ങനത്തെ ചക്ക ആയിരിക്കും കേട്ടോ. നല്ല കട്ടിയുള്ള ചുളയാണ്. ഇതൊക്കെ മൂത്ത് വരുന്നുള്ളൂ. ആഗസ്റ്റായിട്ട് മൂത്ത് വരുന്നുള്ളൂ. പക്ഷെ ചില ഉള്ളിലുള്ള ചുളകളൊക്കെ നല്ല കട്ടി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റിക്ക് ചക്ക ആവുള്ളൂ. എല്ലാവരും ചക്കയും കഴിഞ്ഞ് അടുത്ത പൊട്ടൽ തുടങ്ങുമ്പോൾ ഇവിടെ ആവുള്ളൂ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ മുറിച്ച് എരിഞ്ഞ് ഇതേപോലെ വെച്ച് ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. എനിക്കങ്ങനെ കഴുകണം, അല്ലെങ്കിൽ മണ്ണ് കടിക്കുമെന്നൊരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും എല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ. അതിന് ശേഷം ചെറുതാക്കി നമുക്കൊന്ന് നല്ല കുരുക്കൂനൊന്നും അല്ല, കുറച്ചൊക്കെ ഇതാക്കിയാണ്ട് അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞങ്ങൾ മാത്രമല്ലേ. അതിൽ ഞാനാണ് കേട്ടോ നല്ലോണം തിന്ന. കുട്ടികൾക്കൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞേക്കണം കേട്ടോ. അതൊക്കെ കണ്ടില്ല, കുറച്ചൊക്കെ കട്ടിയുള്ള സൈസാണ്. ഈ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ചക്ക. ഈ ഒരു ചക്ക ഉണ്ടല്ലോ, എന്താ പറയുക, പൊരിച്ചാനായാലും കൂട്ടാൻ വെക്കാനായാലും പൗത്തത് തിന്നാനൊക്കെ നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം രാവിലെ തന്നെ പൊളിച്ച് വെച്ചിനി. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ ഇത് കുക്കർക്ക് ഇട്ട് കൊടുക്കട്ടെ, എന്നിട്ട് ചിരണ്ടാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം മാറ്റിക്കാണ്ട് അതിക്ക് ഉപ്പും ചക്കയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഒരു 3 ചക്കക്കുരു കഴുകിയാണ്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പുഴുങ്ങൽ ചക്കക്കുരു ഉണ്ടല്ലോ. അത് ഈ ചക്കക്കൂട്ടാൻ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷവും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ചക്കയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നാളികേരം തകണേ ചിരണ്ടി എടുത്തേക്കണം കേട്ടോ. ഒരു 3 ചെറിയ വെളുത്തുള്ളിൻ്റെ അതുകൊണ്ട്, അതേപോലെ ഒരു 3 പച്ചമുളകും, പിന്നെ ഇതാ ചെറിയ ജീരകം ഉണ്ടല്ലോ, ഇതാണ് കുറച്ചെടുത്തേക്കണം കേട്ടോ. അതിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കുക. നല്ലോണം അരയണ്ട, ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കുക കേട്ടോ. നല്ല ചതവുമല്ല, നല്ല പേസ്റ്റ് രൂപത്തിൽ അരയും വേണ്ട. അപ്പോൾ ഇതാക്കണ് ഒക്കെ ഇട്ടെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് വരാം. അപ്പോൾ ഇതാക്കണം ഇതേപോലെ ഒന്ന് അങ്ങോട്ട് പിന്നെ എടുത്തേക്കണം കേട്ടോ. നല്ലോണം അറിയാതെ എടുത്ത്. അപ്പോൾ ഇങ്ങനെ ചക്ക ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തൊക്കെ ചെയ്തേക്കണം. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുത്തിയടച്ചെടുക്കാം. നല്ലോണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്കയ്ക്ക്. കറി കൂട്ടാൻ വെച്ചാലും ടേസ്റ്റാണ്. പിന്നെ ചക്ക കൊണ്ടുണ്ടല്ലോ ഒരു കറി വെക്കൽ, അങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം തിന്നാൽ പിന്നെയും ചക്ക ഉണ്ടോ ചോദിക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നല്ല അടിപൊളി കട്ടൻ ചായയും നമ്മുടെ ചക്കക്കൂട്ടാനും. ഇപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. അസറസ്കാരത്തിന് ശേഷമാണ് ഇതിനൊക്കെ ഒരുങ്ങണത്. പിന്നെ എന്താ എന്തെങ്കിലും പണി ഒരുങ്ങിയാൽ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ വയ്ക്കും, അല്ലെങ്കിൽ മടിച്ചിരിക്കും കേട്ടോ. എടുക്കണം തോന്നിയാൽ പെട്ടെന്നാണ് എടുക്കും. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ചായ, ആവി പറക്കണം നല്ല കട്ടൻ ചായയും ചക്കക്കൂട്ടാനുമാണ് കേട്ടോ. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.